ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ ഓഫിലേക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ ഹെറോഫന്റ് വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് വാൻസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്, ആദ്യം തന്നെ വന്നിരിക്കുന്ന എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാൻസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുമോ അത്രത്തോളം ഉയരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മുകളിലോട്ട് നോക്കണം, മറ്റുള്ളവർ ഇവിടെ എത്തിപ്പിടിഞ്ഞ് നോക്കുകയാണ്, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അവരെക്കാളൊക്കെ, നിങ്ങളെ ഇന്നലെ വരെ കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇവർക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നില്ല, അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാരുണ്ട്. നിങ്ങളാണെങ്കിലോ ഇവിടെ ഏറ്റവും വലിയ ഉയരത്തിലിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ബഹുമതിയും അംഗീകാരവും ഒക്കെ കിട്ടാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു വലിയ ഉയർച്ചയിലേക്ക് വരുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളോടൊപ്പം തന്നെ ബ്ലെസ്സിങ്സ് ഉയർത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടല്ലേ. ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നത് തന്നെ. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളും വരുന്നുണ്ട്, അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹവും വരുന്നുണ്ട്. മനസ്സിലായോ? മറ്റുള്ളവരൊന്ന് അംഗീകരിക്കാനുള്ള ഒരു എനർജി ഉണ്ട്. അവർക്ക് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവർക്ക് നിങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര മനസ്സോടുകൂടിയൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെയും സമൂഹത്തിൽ പൊതുവെ ഒരു എനർജി നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നല്ലതുപോലെ ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവാർഡുകൾ, റിവാർഡുകൾ, ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ പ്രൊമോഷൻ വരാനുള്ള സാധ്യത ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് അതിൽ ഉന്നതിയിലേക്ക് വരാം, അതിൽ 1ാം സ്ഥാനത്തേക്ക് വരാം. അതുപോലെ ചില ഇന്റർവ്യൂസിലൊക്കെ നിങ്ങൾക്ക് നല്ല പദവിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്ത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചോ അവിടെ നിങ്ങൾക്ക് ഒരു മുൻപന്തിയിലേക്ക് വരാൻ സാധിക്കുന്നു, അവിടെ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാം, ആരെങ്കിലും പറയുകയാണ് 2 വാക്ക് നിങ്ങളൊന്ന് പ്രസംഗിക്കുക, അല്ലെങ്കിൽ 2 വാക്ക് നിങ്ങളൊന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങളുടെ ചില കർമാസൊക്കെ ഒന്ന് റിലീസായിട്ട് നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ല സമയം വരുമ്പോഴല്ലേ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നത്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു, നല്ലൊരു ഉയർച്ച നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസ് ആണ്. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ ഇവിടെ സാമ്പത്തികം വേണം, സാമ്പത്തികത്തിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് രാത്രി ഉറക്കളച്ച്
കണ്ടില്ലേ, അങ്ങനെയും ചെയ്യുകയാണ്. കാരണം എന്നാൽ കൂടെയും അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം വേണം, അത് നേടാൻ വേണ്ടി കുറച്ച് പ്രയത്നിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു പ്രയത്നം എന്ന് പറയുന്നത് എന്താണ്? ഉറക്ക വിളച്ചിരിക്കുന്നു, ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം പകലൊക്കെ ഒത്തിരി അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് സാമ്പത്തികം വേണം, അതിനായിട്ട് നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ബുദ്ധിമുട്ടാനായിട്ട്. നിങ്ങൾക്ക് കൂട്ടുകാരൊന്നുമില്ല, മറ്റുള്ളവർ അവിടെ ഇവിടെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാത്രം നിങ്ങളുടേതായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടി സാമ്പത്തികം ഏൺ ചെയ്യാൻ, മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പരിശ്രമത്തിനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇതുവഴി നിങ്ങളിലേക്ക് കുറച്ച് ഉയർച്ച വരാനുള്ള സാധ്യതയുണ്ട്, കുറച്ച് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലതുപോലെ അധ്വാനിച്ച് മടി കൂടാതെ അലസതയില്ലാതെ അധ്വാനിച്ച് മണി ഏൺ ചെയ്യാൻ മിടുക്കരാണ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റു പല അവസരങ്ങളും വരാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹെറോഫന്റെ എനർജിയാണ്. ഇവിടെ കണ്ടില്ലേ, പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. താക്കോൽ ഇവിടെ കയ്യിൽ സൂക്ഷിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തിന്റെയാണ്? പ്രപഞ്ചവാതിലിന്റെ താക്കോലാണിത്. അപ്പോൾ ഇത്രമാത്രം നിങ്ങളെ പോലെ അറിവുള്ളവർ, നിങ്ങൾ ഒരുപാട് അറിവുള്ള ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അറിവ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അറിവ് വർദ്ധിക്കുക മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളെയും, ചുറ്റിനും വരുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു. നിങ്ങളെ ആകർഷിച്ചു വരുന്ന പല കാര്യങ്ങളിലേക്ക്. ഇവിടെ ചുറ്റിനും പൂക്കളാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്കൊരു ആകർഷണം ഉണ്ടാവാം, പക്ഷെ എന്ത് നിങ്ങളെ ആകർഷിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു. അത്തരത്തിലുള്ള നെഗറ്റിവിറ്റീസിന്, നെഗറ്റീവായ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ സൂക്ഷിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ, നിങ്ങളുടെ അറിവിനെ നിങ്ങൾക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നു. സൂക്ഷിച്ചുപയോഗിക്കുക എന്ന് പറയുമ്പോഴെന്താണ്? അറിവ് ആവശ്യമുള്ളിടത്ത് വേണ്ടപ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ എനർജി അല്ല നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. മനസ്സിലായി? ഇതുവരെ ഉള്ളതിനേക്കാൾ നിങ്ങൾക്ക് നല്ലതുപോലെ തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടെ, മറ്റുള്ള ചില മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് മറ്റുള്ളവരെ കൂടെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഇവിടെ. മനസ്സിലായി? അത് വഴി നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി വരുത്താനുമുള്ള കഴിവുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു ആകർഷണീയത നിങ്ങളിലേക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ആര് കണ്ടാലും നിങ്ങളെ ഒന്ന് നോക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ആര് കണ്ടാലും നമ്മൾ ഈ ഒരു വ്യക്തിയെ നോക്കും. അതുപോലെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ പ്രസന്നത. തീർച്ചയായിട്ടും ഉള്ളിലൊരു ദൈവാനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആത്മീയപരമായ കാര്യങ്ങളിൽ നമുക്ക് ഉയർച്ച വന്നിട്ടുണ്ട് എങ്കിൽ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുഖം എല്ലായ്പ്പോഴും നല്ല പ്രസന്നതയിലായിരിക്കും ഉള്ളത്. കാരണം ഉള്ളിൽ എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും ഒന്നുമില്ല. പകയും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്ന, ശത്രുതയൊക്കെ വെച്ച് പുലർത്തുന്നവരുടെ മുഖം എപ്പോഴും എന്താണ്? എപ്പോഴും ഒരു വല്ലാത്ത ഒരു നിറം മങ്ങിയ ഒരു ഫേസ് ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെയാണെങ്കിൽ പ്രകാശം വർദ്ധിച്ചു വരുന്നുണ്ട്, തേജസ്. മനസ്സിലായി? ഇങ്ങനെ ആത്മീയതയിലേക്ക് കൂടുതൽ വന്നിട്ടുള്ള ചില വ്യക്തികളുടെ മുഖം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നല്ല തേജസ്സാണ് എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു തേജസ് കണ്ടാൽ, ആകപ്പാടെ കണ്ടാലൊന്ന് നോക്കുന്ന ഒരു പ്രൗഢ ഗാംഭീര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു തേജസ്സുറ്റ ഒരു പ്രതിഭയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ വരുത്തിയെടുത്തതാണ്, അല്ലാതെ വെറുതെ നിങ്ങൾക്ക് ലഭിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ചില കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ നിങ്ങളൊന്ന് തേച്ച് മിനുക്കിയെടുത്ത് നിങ്ങൾ അതിലൂടെ നിങ്ങൾ ഒന്ന് പ്രയാസപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പാടുപെട്ടിട്ട്, അതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി, അതിനായിട്ട് എഫേർട്ട് ചെയ്ത് അതിനെ നിങ്ങൾ വളർത്തിയെടുത്ത ഒരു കഴിവ് തന്നെയാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരുപാട് വായിക്കുകയും അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ആർജിച്ച എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അറിവ് ആർജിക്കുക എന്ന് പറയുമ്പോഴെന്താണ്? വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അറിവ് ആർജിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരുന്നാൽ അറിവ് ആർജിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജിയിലേക്ക് നീങ്ങാൻ കഴിയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പല
ദുസ്വഭാവങ്ങളെയും നിങ്ങളിവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻസ് ആണ്. ഇവിടെയും ആര് കണ്ടാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എനർജിയാണ്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ സമൃദ്ധിയിൽ കഴിയുന്ന ഒരു ഫെമിനിൻ എനർജിയാണ്. ക്വീൻ അല്ലേ, അപ്പോൾ ആര് കണ്ടാലും ഇവിടെ ഒന്ന് നോക്കും നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആണ്, വളരെയധികം ഭംഗിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു, നല്ലതുപോലെ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നു. അത് കാരണം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നോളജിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു എനർജി. ഇവിടെ സിംഹാസനത്തിന് മുകളിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന എനർജി എന്ന് പറയുമ്പോഴെന്താണ്, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ കാൽക്കൽ നിൽക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചുറ്റും എന്താണ്, വളരെയധികം സമൃദ്ധിയാണ്. അപ്പോൾ വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ആവേശമുണ്ട്. ആവേശം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആവേശം ഉണ്ടാകുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഏത് കാര്യത്തിലും പുറപ്പെടുന്നോ അതിന് നിങ്ങൾക്കൊരു ആവേശമുണ്ട്. ആ ആവേശം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് തരുന്നതാണ്. നിങ്ങൾക്ക് സ്വയം അറിയാം, എന്നെ കൊണ്ട് ഇതിന് കഴിവുണ്ട്, എനിക്കിപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് എനിക്ക് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള പ്രത്യേകമായ ഒരു കഴിവുണ്ട് എനിക്ക് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സമയമാണിത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒരിക്കലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു വരും എന്നുള്ളതാണ്. മനസ്സിലായി? ഒരിക്കൽ പരിചയപ്പെടുന്നവർ വീണ്ടും നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും. അതുപോലെ ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനും നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ തേജസ്സായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ചുറ്റിനും ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരം ഒരു എനർജിയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവണം. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം എന്താണെന്ന്. ഇനി നമുക്കിവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ്. വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ 3 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോഡാണ് ബാക്കിൽ വന്നിരിക്കുന്നത്, അതായത് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡാണ്. ഈ 10 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ടായിരിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ നല്ല ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഉയർച്ച കണ്ടിട്ടാവണം മറ്റുള്ളവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, നിങ്ങൾ മുകളിലേക്ക് ഇനിയും മുകളിലേക്ക് നിങ്ങൾ ഉയരാൻ പാടില്ല. ഇവിടെ ഇത്രത്തോളം നിങ്ങൾ ഉയർന്നു കഴിഞ്ഞു, അവർക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇനിയും ഉയർന്നാലോ എന്നുള്ള അസൂയ നിമിത്തം, അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം നിമിത്തം, ശത്രുത നിമിത്തം നിങ്ങളെ ഒരുപാട് പരാജയത്തിലാഴ്ത്താൻ ശ്രമിച്ചിരിക്കുന്നു, നിങ്ങളെ അടിച്ചു വീഴ്ത്താൻ ഇവിടെ ശ്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഇവിടെ നിങ്ങൾക്ക് എന്തോ പരാജയം ഏറ്റതുപോലെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ കുറെ 10 ഓഫ് സോഡ്സ് അല്ലേ, അപ്പോൾ 10 വാളുകളാലും കുത്തപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കുത്തേറ്റ് കിടക്കുന്നു എനർജിയാണ്. നിങ്ങൾ നിഷ്കളങ്കരായ നിങ്ങളെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാലം, കുറച്ച് സമയം നിങ്ങളുടെ കർമ്മയായിരിക്കണം. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു വിജയം ഉണ്ടായി, പക്ഷെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ശപിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണേർ ദൃഷ്ടിദോഷമൊക്കെ പറ്റിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവരതിന് പാര പണിഞ്ഞിട്ടുണ്ടാവണം നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വേല വെച്ചിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ മനപ്രയാസമായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ആകപ്പാടെ തളർന്നു പോകുന്ന ഒരു എനർജിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇവിടെ. പക്ഷേ നിങ്ങളെ സഹായിക്കാനായിട്ട്, നിങ്ങളെ ഇവിടെ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണുന്നത്. കണ്ടില്ല, ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാവലുണ്ട്. കാരണം നിങ്ങൾ നിഷ്കളങ്കരാണ്,
നിങ്ങളുടെ കയ്യിൽ ഒരു തെറ്റും കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ നിങ്ങളുടെ കർമ്മ, മുജ്ജന്മത്തിലെ കർമ്മ, പാസ്റ്റ് ലൈഫിലെ കർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവിച്ചല്ലേ മതിയാവൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ ഒരു കിടപ്പ് കിടക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും ആക്സിഡന്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതുമല്ല എങ്കിൽ ചില കുത്തുവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, അപവാദം നിങ്ങളെ പറ്റി പറഞ്ഞ് വരുത്തിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള എനർജിയിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിഷമിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാവും. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? സൺ എനർജിയിലേക്കാണ് വരുന്നത്. കണ്ടില്ലേ? ഇവിടെ സണ്ണിന്റെ എനർജിയാണ്. ഇവിടെ വെളിച്ചം കണ്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പരാജയം ഒരിക്കൽ വന്നു, അവിടെ എന്നും പരാജയത്തിൽ ആണ്ട് കിടക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ചിലപ്പോൾ പരാജയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഓ ദൈവമേ, ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടില്ല, ഞാൻ ഇനി എത്ര കാലം ഞാനിത് അനുഭവിക്കും, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിക്കേണ്ടി വരും എനിക്ക്. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കാൻ പാടില്ല. ഒരിക്കലും മനസ്സിൽ അങ്ങനെ ഒരു ദൃഢനിശ്ചയം ഒന്നും വേണ്ട കേട്ടോ. അപ്പൊ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും. മനസ്സിലായി? നിങ്ങളല്ല നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് യൂണിവേഴ്സ് തരുന്ന കാര്യമാണ്. ഇതൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് തന്നെ തരും. മനസ്സിലായി? അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക്, നിങ്ങൾ നല്ല പ്രകാശത്തിലേക്ക് വീണ്ടും കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മയുടെ ആ സമയം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സണ്ണിന്റെ എനർജി വന്നിരിക്കുന്നത്. പുതിയ പ്രകാശത്തിലൂടെ, വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ദുഃഖം വരുമ്പോൾ എന്നും ദുഃഖമാണെന്നോ, സുഖം വരുമ്പോൾ എന്നും സുഖമാണെന്നോ കരുതാതിരിക്കുക. മനസ്സിലായി? എന്നും നമുക്ക് സുഖമല്ല വരുന്നത്. സുഖവും ദുഃഖവും ഇടകലർന്നുള്ള ജീവിതമാണ് നമുക്ക് വരാൻ പോകുന്നത്. മനസ്സിലായി? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷമം വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് വരുന്നത് നല്ലതാണ്. അതിനായിട്ട് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്നല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ ആത്മീയപരമായിട്ട് വരണം, കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ടും നമ്മൾ മുൻപോട്ട് ഇറങ്ങേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഒരു വിജയം കൊണ്ടുവരാൻ. ബുദ്ധിമുട്ടേണ്ടതിന് പരിശ്രമിക്കേണ്ടടുത്ത് പരിശ്രമിക്കാതെ നമുക്കൊരു വിജയം കിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ തന്നെയാണ്. ഇവിടെ നല്ലൊരു വെളിച്ചത്തിലേക്ക്, നല്ല പ്രതീക്ഷകളാണ് ഇവിടെ. കണ്ടില്ലേ? ഇവിടെ സൺഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നു. അതിലൊക്കെ എന്താണ്? ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് സമാധാനത്തിന്റെ പറവകൾ ഇവിടെ ചുറ്റിനുമുണ്ട്. ഇവിടെ നല്ല വെളിച്ചം വരുന്നുണ്ട്. ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ഇത്രമാത്രം സന്തോഷങ്ങളുടേതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. വളരെയധികം പ്രത്യാശയോടുകൂടി ഈ ഒരു സമയത്തെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ വീടാവാം, പുതിയ ചില ജോലികളാവാം, പുതിയതായിട്ട് ജോലി നോക്കിയിരിക്കുന്നവർക്ക് അതാവാം, പുതിയൊരു ഫാമിലിയിലേക്ക് പോകാം, അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് വളരെയധികം സന്തോഷത്തിലേക്കാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ആരെയോ മിസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്, പക്ഷേ ഇവിടെ മിസ് ചെയ്യലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. മനസ്സിലായോ? നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയിരിക്കാം, പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇവിടെ ഒരേ ഒരു ശ്രദ്ധയാണ്. അത് ഇവിടെ ഒരു നിഷ്കളങ്കമായ പ്രണയമാണ്. കണ്ടില്ലേ? ലോട്ടസ് ഫ്ലവർ കാണിച്ചിരിക്കുന്നത്, കപ്പിനുള്ളിലെ ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ദൈവികമായ പ്രണയമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ കണ്ടില്ലേ? ബട്ടർഫ്ലൈസിന്റെ പ്യൂപ്പയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പ്യൂപ്പയായിട്ട് ഇനി ഇരിക്കത്തില്ല. ഇവിടെ നിന്ന് ഇത് വിടർന്ന് പുഴുവായിട്ട് വളരെ മനോഹരമായ ശലഭമായിട്ട് വരും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇത്രമാത്രം ഇമോഷൻസിലാണ് ഇത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മാറ്റമുണ്ടാകും. മനസ്സിലായി? നിങ്ങൾ അതുപോലെ തന്നെ കരുതുന്ന ആൾക്കാർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു വിധം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് ഏത് വിധത്തിലാണ്? ദൈവികമായ ഒരു എനർജിയാണ്, സിൻസിയർ ലവ് ആണ്, ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്താണ്? ആത്മാവിലേക്ക് കടക്കുന്നതാണ്, ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ വളരെ വലിയ ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. വളരെ വലിയ മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത്.
മനസ്സിലായി? ഇപ്പോഴത്തെ എനർജി അല്ല, ഇത് വരുംതോറും ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ വളരെയധികം സക്സസ്സിലേക്ക് വരുന്നുണ്ട് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഫിഷ് ഉണ്ട്. അത് ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തെ കാണിക്കുന്നതാണ്. ഈ ഫിഷസ് ഒക്കെ, വെള്ളത്തിലെ ഫിഷ്, അതുപോലെ തന്നെ ഈ ലോട്ടസ് ഫ്ലവർ, ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിന്റെ പരിശുദ്ധി കാണിക്കുന്നതാണ്. പരിശുദ്ധമായ ഒരു എനർജിയാണ്, നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ആദ്യമായിട്ട് ആരോടെങ്കിലും ഉള്ള പ്രണയമാകാം, അതുമല്ല എങ്കിൽ ഇതുവരെയും സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികൾ ഒന്ന് മാറിപ്പോയിരിക്കുക, അവർക്ക് വേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്ന എനർജിയും ആവാം. എന്തായാലും ശരി, ചിലപ്പോൾ ചില കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ചില സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റത്തോടുകൂടി, അതിൻ്റെ ഒരു നല്ല മാറ്റം സംഭവിച്ചിട്ട് തന്നെ തിരികെ വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. മുൻപുണ്ടായിരുന്ന പല കാര്യങ്ങൾ, 10 ഓഫ് സോർഡിന്റെ എനർജി ഇവിടെ ബാക്കിൽ നമുക്ക് വന്നതാണ് അല്ലേ. ഈ 10 ഓഫ് സോർഡിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പല കാര്യങ്ങളിൽ സ്റ്റക്കാണ്. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ആരോ കത്തികൊണ്ട് മുറിവേൽപ്പിച്ച എനർജിയാണ്. അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, കണ്ടല്ലേ? ഇവിടെ ആ ലോട്ടസ് ഫ്ലവറിലേക്കാണ് ഈ ഒരു ബ്ലഡ് വരുന്നത്. കാരണം അത്രമാത്രം ചിലപ്പോൾ പിരിഞ്ഞു പോയവരെ ഓർത്തിട്ടുള്ള വിഷമമാവണം, മനസ്സിലായി? അതുമല്ല, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു മുറിവാണിത്. മറ്റുള്ളവർ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾ, നിങ്ങൾ സിൻസിയറായിട്ട് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളിൽ നിന്നും പോയിട്ടുണ്ടാവാം. അവർ നിങ്ങൾക്കൊരു ഒരു ആഘാതം വരുത്തി വെച്ചിട്ടുണ്ട്. അവർ നിങ്ങൾക്കൊരു മുറിവ് തന്നിട്ടാണ് പോയത്. അത് അവരെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ വരും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇവിടെ വന്നിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും അസുഖം ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിശുദ്ധമായ സ്നേഹത്തിന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അവരുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം, അതിലുള്ള വിഷമവും ആകാം. ഇപ്പോഴും അതിൽ തന്നെ സ്റ്റക്കാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് വേദനിപ്പിച്ചവരെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താമസിയാതെ നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് തിരികെ എത്തും. മനസ്സിലായി? ലെറ്റ് ഗോ ചെയ്തിട്ട് എപ്പോഴാ ഇനി നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്ന് ചിന്തിക്കാൻ പാടില്ല. ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുകയാണ്. ആ ഒരു എനർജിയെ പിന്നെ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും തരും. അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. മൂന്ന് കാർഡ്സ് എടുക്കാവേ. ഇവിടെ ദ റിബലാണ് വന്നിരിക്കുന്നത്. ഓട്ടം വന്നിരിക്കുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പഴയതിനെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി അവബോധമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ ഹെറഫൻ്റ് വന്നപ്പോൾ പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് പഴയതിനേക്കാളും കുറച്ചുകൂടി അവബോധമുണ്ടായിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റിബലാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടാവാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഔട്ട്സൈഡറാണ്. വെളിയിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവിടെ വെളിയിൽ നിന്നും ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരുമോ എന്നുള്ള ഒരു ശ്രദ്ധയുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പരാജയങ്ങൾ അതുപോലെയാണ്, ഒരു പാഠം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നുണ്ട്, അവയർനെസ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മറ്റൊരു രൂപമായിട്ട് തന്നെ വരികയാണ്. നിങ്ങളുടെ പണ്ടത്തെ രൂപമൊന്നും അല്ല ഇനി. നിങ്ങൾക്കൊരു രൂപ വ്യത്യാസം തന്നെ വരുന്നുണ്ട്, രൂപമാറ്റം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ പല എനർജീസും കണ്ടത് വന്നിട്ടുള്ളത്. അങ്ങനെയാണ്, കണ്ടില്ലേ? ഇവിടെ അതുപോലെ അവയർനെസ് വരുന്നുണ്ട്. അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി പഴയ രൂപത്തിൽ നിന്ന് തന്നെയും
കണ്ടില്ലേ, നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് ഇവിടെ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. പഴയ രൂപം, അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ കഴിയുന്നു. അപ്പൊ ഈ പുതിയ വ്യക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നതാണ്? ഈ പുതിയ വ്യക്തിത്വം മാറ്റത്തിലൂടെ വരുന്ന, അവയർനെസ്സിലൂടെ വരുന്നതാണ്. മനസ്സിലായോ? പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. നമുക്ക് പലത്തിൻ്റെയും പല തോൽവികളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കഴിവ്, അത് നിസ്സാര കാര്യമല്ല. മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു, ആത്മീയപരമായ ഉണർവിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട്. വളരെ പരിശുദ്ധമായ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ രൂപത്തിന് തന്നെ ഇവിടെ വളരെ വലിയ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇന്നിനിയും പിന്നെ നമുക്ക് എന്തുവാ ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ. ഏഞ്ചൽസിന് ഇന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന ബി അസർട്ടീവ് എന്നാണ്. കണ്ടില്ലേ, ഇവിടെ എത്ര കറക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബി അസർട്ടീവ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകും. ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ഇവിടെ റെയിൻബോസ് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, നിങ്ങളുടെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നതിൻ്റെ ലക്ഷണമാണ്. കാരണം നിങ്ങൾ പലരും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് പറയുകയാണ് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം കൈവന്നിരിക്കുന്നു, നിങ്ങൾ അങ്ങനെയുള്ളവരായി തീരൂ എന്ന്. നമുക്കിവിടെ 3 കാർഡ്സ് വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ വളരെ പോസിറ്റീവാണ്. ഇത് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് വന്നിരിക്കുന്നു. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് വന്നിരിക്കുന്നു ഇൻ ദ നിയർ ഫ്യൂച്ചർ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരുന്നത് എന്താ, നമ്മൾ വിചാരിച്ചിരിക്കാത്ത ചില മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും. മെഡിറ്റേഷൻ ചെയ്യുന്ന നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എത്രമാത്രം കഴിവുണ്ടോ മെഡിറ്റേഷനെ കൊണ്ട് എന്ന് നിങ്ങൾ പുച്ഛിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും. അല്ലേ, നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഏത് വിധത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിന്റെ സക്സസ്സിലേക്ക് കടക്കാൻ സാധിക്കും, അതിന്റെ സക്സസ് ലഭിക്കും, മറ്റുള്ളവരുടെ ആദരവ് നേടാൻ സാധിക്കും, കിട്ടാതിരുന്ന ആദരവ്, ആ സ്നേഹം ഒക്കെ ലഭിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. മനസ്സിലായി നിങ്ങൾ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുകയാണ് ആ സമയം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷന് ഉള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തരം മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആൻസർ കൊണ്ടു തരുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ ഉയർച്ചയിലേക്ക് പോവുകയാണ്, സമൃദ്ധി ഐശ്വര്യം നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്, നിങ്ങളുടെ സാഹചര്യം ഇംപ്രൂവ് ആകാൻ പോകുന്നുണ്ട്. സാഹചര്യം ഇംപ്രൂവ് ആകുന്നത് എങ്ങനെയാണ് കണ്ടില്ല, ഇവിടെ ഡോൾഫിൻ ഫിഷസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നു. ഇവിടെ ഈ ഒരു ഫിഷിനെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ധന സമ്പാദനത്തിലുള്ള ആ ഒരു എനർജിയാണ്, അതായത് ധനവർദ്ധനമാണ് കാണിക്കുന്നത്. സാമ്പത്തികപരമായ ഉയർച്ചയും നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് എന്താണ്, ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഈ അടുത്ത സമീപഭാവിയിൽ, അതായത് 2026 തന്നെയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ എന്താണ് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹം മാത്രം മതിയല്ലോ, എല്ലാ ഉയർച്ചകളും നിങ്ങളിലേക്ക് വന്നുകൊള്ളും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.